ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നിങ്ങൾക്കായിട്ട് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ റെയിൽവേ NTPCയുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആയില്ല, OBC NCL ആയിക്കോട്ടെ SC ST സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, എങ്ങനെ അപ്ലൈ ചെയ്യും, ഈ ഡേറ്റിന് മുമ്പേ കിട്ടുമോ എന്നൊക്കെ ഉള്ള ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ റെയിൽവേ, അതായത് RRB റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ടീസ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. PWയുടെ വാക്കൻസി ലിസ്റ്റായിട്ടാണ് ഇപ്പോൾ വന്നത്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, PWDക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ കാര്യം പറഞ്ഞിട്ടാണ് നോട്ടീസ് ഇറക്കിയത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ റിവൈസ്ഡ് ഡേറ്റ് കൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിവൈസ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഡേറ്റും മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റിന്റെ ഡേറ്റും അതേപടി തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി എന്തുണ്ട്, ടൈം ഉണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ടൈം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി വേറെ ഭയങ്കരമായിട്ടും ടെൻഷനൊന്നും അടിക്കാതെ സ്ട്രെസ് എടുക്കാണ്ട് നിങ്ങൾക്ക് സമാധാനത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നിങ്ങളുടെ വില്ലേജ് ഓഫീസിലൊക്കെ പോയി അത്യാവശ്യം സമയം എടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, OBC NCL ആയാലും SC ST സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് ഇനി ആരും ടെൻഷൻ ആവണ്ട. എല്ലാ കാര്യത്തിനും പരിഹാരമായിട്ട് റെയിൽവേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ 27/10 എന്തിനാ മാറ്റി, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് മാറ്റി. നമുക്ക് 20-ആം തീയതി വരെയായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. ഈ മാസം ഒക്ടോബർ 20-ആം തീയതി വരെയായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. അതിനെ ഒരു 7 ഡേയ്സും കൂടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 27-ആം തീയതി വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ഡേറ്റിൻ്റെ ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ളിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുന്നത്, ഫീ പേയ്മെൻറ്റ് 28-ആം തീയതി വരെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ എന്താണ്, മോഡിഫിക്കേഷൻ വിൻഡോ, കറക്ഷൻ വിൻഡോ വരുന്നത് 30-നും 6-നും ഇടയ്ക്കാണ്. 30-നും 6-നും ഇടയ്ക്കാണ്. നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. പക്ഷേ PWD കാൻഡിഡേറ്റ്സിന്, അതായത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് അവർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, RRBക്ക് അവരുടെ സോൺ ഉൾപ്പെടെ അവർക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൺ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഉണ്ടാക്കാം. കാരണം അവർക്ക് എന്ത് ചെയ്യണം, വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ ഫീസ് ഒന്നും കൂടാതെ 27-ന് മുമ്പ് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, സോൺ പ്രിഫറൻസും എല്ലാം എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ലാസ്റ്റ് ഡേറ്റിൻ്റെ സബ്മിറ്റ് 27/10 തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്കൊക്കെ എന്ത് ചെയ്യണം, കറക്ഷൻ വിൻഡോയിൽ നമുക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൺ ഒന്നും ചേഞ്ച് ചെയ്യാനുള്ള അവസരമില്ല. നമുക്ക് ആകെ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്താണ്, നമുക്ക് വരുന്ന പോലെ നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഉള്ള ഒരു റിസ്ക് നമുക്ക് വരത്തുള്ളൂ കേട്ടോ, ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. ഇനി അടുത്ത് നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിന് നോക്കേണ്ടത്, കാരണം ഗ്രാജുവേറ്റ് ആയിരുന്നു ആദ്യം വിളിച്ചത്. അപ്പോൾ ഗ്രാജുവേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ മാസം 13-ആം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 14-ആം തീയതി വിളിച്ചതാണ്, കഴിഞ്ഞ മാസം 14-ന് വിളിച്ചത്, ഈ മാസം 13 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഏകദേശം 7 ഡേയ്സ് കൂട്ടിയിട്ട് 20 എന്ന് പറഞ്ഞൊരു ഡേറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നാണ് 20-ആം തീയതി വരെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാക്കൻസി ലിസ്റ്റിംഗ് വന്നത് PWD കാൻഡിഡേറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് വന്നതാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അവർ ഡേറ്റ് നമുക്ക് കണ്ടോ, ഇവിടെ PWD കാൻഡിഡേറ്റ്സിന് മാത്രമല്ല, എക്സ്റ്റെൻഡഡ് ഷെഡ്യൂൾ ആർക്കൊക്കെയാണ്, എല്ലാ കാൻഡിഡേറ്റ്സിനും വേണ്ടിയായിട്ട് അവർ എക്സ്റ്റെൻഡഡ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 20/10/2024 വരെ ഗ്രാജുവേറ്റ് പോസ്റ്റിന് ടൈം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. 21 വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താം. മോഡിഫിക്കേഷൻ വിൻഡോ, അതായത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് എന്നാണ് 23/10-നും 30/10-നും ഇടയ്ക്കാണ്. അപ്പം ഇതിൻ്റെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കറക്ഷൻ 23-നും 30-നും ഇടയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റ് +2 കാൻഡിഡേറ്റ്സിനുള്ള പോസ്റ്റിനുള്ളത് 30-നും 6-നും ഇടയ്ക്കാണ്. അപ്പോൾ ചേഞ്ചസ് വരുത്തേണ്ടവർ ഉറപ്പായിട്ടും ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ മാക്സിമം ചേഞ്ചസ് വരുത്താനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ PWD കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓപ്ഷൻ ഉണ്ട്, RRB അലോങ് വിത്ത് പ്രിഫറൻസ് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. വിത്തൗട്ട് മോഡിഫിക്കേഷൻ ഫീ അവർക്ക് എന്ത് വരുന്നില്ല, ഫീസ് വരുന്നില്ല കേട്ടോ. PWD ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് 20. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 20-യും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 27-ഉം ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ ജെന്യുവിനിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്ന് തന്നെ മനസ്സിലാക്കിക്കോളുക. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും വൈകിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്